ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജലി. ഇപ്പൊ സമയം 3 മണി, പുലർച്ചെ 3 മണി. സൗണ്ടൊക്കെ പോയി കിടക്കുക. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഗുരുവായൂരാണ് കേട്ടോ, അതാദ്യം തന്നെ പറയാം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. എൻ്റെ സ്വന്തം അനിയത്തിയുടെ കല്യാണം. അവളെ വീഡിയോസൊക്കെ നിങ്ങൾ എൻ്റെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വരെ അവള് എന്ന് പറയുന്നത് എൻ്റെ കുട്ടി അനിയത്തി, അതായത് അങ്ങനെയാണ്. അപ്പൊ ഇന്നു മുതൽ അവളൊരു ഭാര്യ ആവാൻ പോവാണ്. അവളുടെ ഒരു ചേഞ്ച് ആണ്, അവളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഗുരുവായൂരാണ് കല്യാണം. അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ. ഹൽദിയുടെ കുറച്ച് മുമ്പുള്ള ഫോട്ടോഷൂട്ടിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൽദിയുടെ ഡേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാനായിരുന്നു ആങ്കർ. അതുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് ഭയങ്കര വലുതാണ്. എനിക്കറിയാം, ആസ് എ സിസ്റ്റർ, എൽഡർ സിസ്റ്റർ എന്ന നിലയിൽ അനിയത്തിയുടെ കല്യാണം എന്ന് പറയുമ്പോൾ അത്രയും നമ്മളുടെ കൂടെ നമുക്ക് കുട്ടി സിസ്റ്ററായിട്ടുണ്ടായിരുന്ന മനസ്സിൽ അവളെ അങ്ങനെ കണ്ടിട്ടില്ല. വി ആർ ജസ്റ്റ് ലൈക്ക് ഫ്രണ്ട്സ്. അതുപോലെയാണ് എനിക്ക് കൂടി ഇന്ന് അവളുടെ ഒരു സ്പെഷ്യൽ ഡേ. അത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറച്ച് ഇമോഷണലാണ്. അപ്പോ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുറെ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളൊക്കെ കാണാം. ഗുരുവായൂർ കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ധാവണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ധാവണി സെറ്റ്. അപ്പോ ഞാന് അതിനുള്ള ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര വലിയ രീതിയിൽ ഭയങ്കര സംഭവമായിട്ട്, കാരണം രാവിലെ പുലർച്ച എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. 7 മണിയാകുമ്പോഴാണ് മുഹൂർത്തം. അതുകൊണ്ട് തന്നെ ക്രൗഡഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ദിവസം ഞാൻ കുറച്ച് സിമ്പിളായിട്ട് തന്നെയാണ് ഡ്രസ്സപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് റിസപ്ഷന് എൻ്റെതായ രീതിയിലൊരു മേക്കപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അത്ര കുറച്ചൊന്ന് സിമ്പിൾ ആക്കിയിട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാനിങ്ങനെ കാണിച്ചു തരാം. പ്രോപ്പർ സ്ലീപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ 3:15 സമയം. അത് വരെയൊക്കെ ഉറങ്ങാൻ പറ്റില്ല. അതിപ്പോ തീരുന്ന ആരൊരു സമാധാനമില്ല. പിന്നെ ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ സോൾജറാണ്. ഇപ്പൊ അറിയാലോ, തിരിച്ചു വിളിക്കുകയാണ് മറ്റേ ഗവൺമെന്റ്. ഈ സോൾജേഴ്സിനൊക്കെ ഇപ്പൊ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കുക. അപ്പൊ അതിൻ്റെതായ ടെൻഷൻ നല്ല രീതിക്കുണ്ട്, കാരണം അവന് അത്രയും പ്രഷർ ഉണ്ട്. അപ്പോ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പൊ ഇടില്ല, ഇന്നും നാളെ ആയിട്ടൊന്നും ഇടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഇടുള്ളൂ. ആദ്യം മുതൽ കൊണ്ടുള്ള കുറച്ച് ക്ലിപ്സ് ഒക്കെ കിട്ടാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഒരു 5 മണിയാകുമ്പോൾ എനിക്ക് അധികം വലിയ മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം. സത്യം പറയല്ലോ, കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, നല്ല ഫുള്ള് ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടും, പിന്നെ രാവിലെ നേരത്തെ എണീക്കോ എന്നുള്ള ടെൻഷനൊക്കെ. അപ്പോൾ സമയം 4:30 എന്തോ ആയിട്ടുണ്ട്. ഗുരുവായൂരത്തെ പ്രത്യേകത, ഇവിടെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം 7 മണിയാകുമ്പോഴത്തേക്കാണ് മുഹൂർത്തം. 11 മണിക്ക് റെഡി ആവണം. അപ്പം മുല്ലപ്പൂ തികയോ എന്നുള്ളത് പൈസ ഉണ്ട് കേട്ടോ. മുല്ലപ്പൂ തികയോ എന്നുള്ളത് എനിക്ക് അത്ര ഷുവറില്ല. ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് എൻ്റെ മോനെയാണ് കേട്ടോ, ഉറങ്ങാൻ ആള്. അപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ വിചാരിച്ചപ്പോൾ രാത്രി പുലർച്ചയ്ക്കൊന്നും ഇവർക്ക് ആർക്കും ഉറക്കമുണ്ടാവില്ല. ഈ റോഡിലൊക്കെ നല്ല രസമായിരിക്കും. ഗുരുവായൂർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് വരാം. മുല്ലപ്പൂ വാങ്ങിച്ച വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെ അവൾ റെഡി ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ റൂമിലേക്ക് പോയപ്പം ബ്യൂട്ടീഷ്യൻ അവിടെ നിന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണത്. അത് കഴിഞ്ഞിട്ട് ഞാനും പിന്നെ റൂമിൽ പോയിട്ട് റെഡിയായി. കാരണം 7 മണിയാകുമ്പോഴത്തേക്ക് മുഹൂർത്തത്തിന് റെഡി ആവണം എന്ന് പപ്പ പറഞ്ഞതുകൊണ്ട് തന്നെ വേഗം തന്നെ ഞങ്ങൾ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അമ്മയൊക്കെ ഓൾറെഡി ഒരുങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയി, വേഗം തന്നെ റൂമിൽ നിന്ന് പോയി മണ്ഡപത്തിലേക്ക് ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നല്ല ഷൈ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ ഈ കല്യാണപ്പെണ്ണിങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചമ്മലല്ലേ.
പിന്നെ കല്യാണത്തിൻ്റെ സമയത്തും ഞാൻ അവിടുന്ന്, കാരണം 26 പേരെ നമ്മൾ കയറ്റുന്നുള്ളൂ അവിടേക്ക്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ഏതൊരു VVIPൻ്റെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് എല്ലാവർക്കും എത്താനൊക്കെ. അതുകൊണ്ട് വളരെ വേഗം ഫാസ്റ്റിലാണ് ഞങ്ങൾ ഓരോ മണ്ഡപത്തിലേക്ക് ഓരോരുത്തർ കയറിപ്പോയതും. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ അവരവിടെ നിർത്തുന്നുള്ളൂ എന്ന് അവർ പറയുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണമൊക്കെ വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോസാണ് അമ്മയുടെ കസിൻസ്, അമ്മയുടെ സിസ്റ്റേഴ്സ്, ചെറിയച്ഛൻ, ചെറിയമ്മ, അമ്മ, ഞാൻ. ഇത് ഞങ്ങളുടെ രാവിലത്തെ കല്യാണത്തിൻ്റെ വേഷമാണ് കേട്ടോ. ആ സമയത്ത് ഇതൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ അങ്ങനെ എല്ലാം നല്ലൊരു രീതിയിൽ കഴിഞ്ഞൊരു കല്യാണമായിരുന്നു. അത് കഴിഞ്ഞ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഹൽദീൻ്റെ വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ വഴിയെ ഞാൻ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.